പ്രതി ഈ പ്രദേശത്ത് ഇവിടെ അടുത്ത് തന്നെയുള്ള അരക്കമല എന്ന് പറയുന്ന പ്രദേശത്തുണ്ടെന്നുള്ളൊരു സൂചനയാണ്. ഇപ്പോൾ ആ പ്രദേശത്തടക്കം ഡ്രോൺ എത്തിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. അത്തരത്തിലൊരു പരിശോധന നടത്തുമെന്നാണ് അറിയിക്കുന്നത്. ഇപ്പോൾ നെന്മാറ MLA കെ ബാബു ഈ സ്ഥലം സന്ദർശിച്ചതിന് ശേഷം ഇടയ്ക്ക് വരുന്നുണ്ട്. എന്താണ് ഇതിലൊരു വല്ലാത്തൊരു പ്രശ്നമാണല്ലോ, ഈ നാടിനെ തന്നെ നടക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. ഇവൻ ഒരു മാനസിക രോഗിയാണ്. അതിനുമപ്പുറം പകയാണ് ഉള്ളില്. ഈ മരിച്ചു കിടക്കുന്ന സുധാകരന്റെ ഭാര്യയാണ്. സ്വന്തം ഭാര്യയും മക്കളും പിണങ്ങിപ്പോയി എന്ന പ്രശ്നം പറഞ്ഞ് അന്ന് അവനോടുള്ള ആ പാവപ്പെട്ട സജിതിയോടുള്ള പക തീർത്താണ്. അതും തൊട്ടപ്പുറത്ത് തന്നെയാണ്. അതിനുശേഷം ഇപ്പോൾ 5 വർഷമായല്ലോ. ഇത് 2019 സംഭവം. 5 വർഷമായി ഇയാൾക്ക് പരോള് കിട്ടിയിരിക്കുന്നു എന്നാണ് അറിയുന്നത്. ഒരു 3 മാസമായി ഇവിടെ തന്നെ ഉണ്ട്. ഇവൻ വന്നിടങ്ങളിലൊക്കെ പ്രത്യേകിച്ചിട്ട് ഞാൻ അവരെ കൊല്ലും, ഞാൻ ഇവരെ കൊല്ലുന്ന പൊതുവിൽ ഇങ്ങനെ പറഞ്ഞ് നടക്കാറുണ്ട്. പക്ഷെ ഇത്രയേറെ പകയുണ്ടെന്ന് മനുഷ്യർ മനസ്സിലാക്കില്ല. ഇത് സംബന്ധിച്ച് പോലീസിൽ ഒരു പരാതി കൊടുത്തിരുന്നു. പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവനെ വിളിച്ചു. അവനെ വീഡിയോ ആണല്ലോ ഇപ്പോൾ ചോദ്യം ചെയ്യൽ. ആ നിലയ്ക്ക് ചോദ്യം ചെയ്ത് അവൻ ഇറങ്ങി വന്നാണ്. പക്ഷെ ഇവിടെ എന്താ പറയുക, നമുക്കത് ഇതിൽ നിങ്ങളോട് പറയാൻ പറ്റുന്നില്ല. എന്നാൽ ഇത്തരമൊരു ദുരനുഭവം വരുന്ന തരത്തിലേക്ക് ഇവിടുത്തെ ഏതെങ്കിലും ഒരു യുവാവിനോടോ അല്ലെങ്കിൽ പൊതുജനങ്ങളോടോ അത്തരം ഒരു പെരുമാറ്റം ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ അന്നേ ഇവിടെ അവൻ വീണ്ടും പരോള് തെറ്റിച്ചിട്ടോ അല്ലെങ്കിൽ പരോൾ ഇല്ലാതാക്കിയിട്ടോ അതല്ലെങ്കിൽ ആ നിലയ്ക്കൊക്കെ ഒരു ഒന്നിച്ചു നിൽക്കുന്ന ജനവിഭാഗമാണ് ഇവിടെ. ഇവനുമായിട്ട് ഒരു ബന്ധം പോലും ഇല്ല ഈ നാട്ടിലാർക്കും. അല്ല, അതാണ് അതിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചാർജ് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലേക്കൊരു ക്രിമിനൽ ഇതുണ്ടായില്ല. എന്നാൽ പോലീസ് അതിന്റെ രീതിയിലേക്ക് ചോദ്യം ചെയ്തിട്ടുണ്ട്. വീഡിയോ ക്ലിപ്പൊക്കെ എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് നോക്കുന്നുണ്ട്. മനസ്സിലായില്ല, ഏതെങ്കിലും തരത്തിലൊരു വീഴ്ച ഉണ്ടെങ്കിൽ അത് ഗവൺമെന്റ് സദ്യ കൊണ്ടുവരുന്നുള്ളതിന് ഒരു തർക്കമൊന്നുമില്ല. നല്ല അന്വേഷണമാണ്. ഇപ്പൊ ഡ്രോൺ വരുന്നല്ലേ പറഞ്ഞു. പോയി ഡ്രോൺ വന്നിട്ടുണ്ട്. പോലീസ് ഫോറൻസിക് വന്നിട്ടുണ്ട്. അവരുടെ ഡോഗ് സ്ക്വാഡ് എത്തിയിട്ടുണ്ട്. ഇവന് ഈ വഴികളൊക്കെ നല്ല സുപരിചിതമാണ്. അതെ അതെ അതെ, അതാണ്. അതുകൊണ്ട് ഇവന് എല്ലാ സ്ഥലങ്ങളും വളരെ പരിചിതമാണ്. അത് മാത്രമല്ല, നമ്മൾ എത്തിപ്പെടുന്നതിന് മുമ്പേ ഇവൻ ഓടിയെത്താനും കഴിയുന്നു. ഈ സംഭവം നടന്ന് ആ വഴിക്ക് പോയപ്പോൾ ചില ആളുകൾ കാണുകയും ചെയ്തിട്ടുണ്ട്. പിടിക്കും. ആ തെരച്ചിൽ നടക്കുന്നുണ്ട്. നെന്മാറ MLA കെ ബാബു ആണ് നമ്മളോട് പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ ഉണ്ടായ പോലീസിന്റെ ഭാഗത്ത് പോലീസ് വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ചയുണ്ടെങ്കിൽ അത് ഉന്നയിക്കും. ആ വിഷയം അത് നടപടിക്ക് ആവശ്യപ്പെടും എന്നുള്ള കാര്യങ്ങളാണ് നെന്മാറ MLA കെ ബാബു പറഞ്ഞത്. അതായത് കഴിഞ്ഞ മാസം ഡിസംബർ മാസമാണ് ഈ കുട്ടി മകൾ പോലീസിൽ പരാതി നൽകുന്നത്. തനിക്കും കുടുംബത്തിനും ഭീഷണിയുണ്ട് എന്നുള്ള ഒരു കാര്യം പറയുന്നത്. കാരണം സുധാകരന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ ആളാണ്, അല്ലെങ്കിൽ ആ കേസിൽ അകത്തുപോയ ജയിലിലായിരുന്ന ആളാണ് ചെന്താമര. അപ്പോൾ അയാൾ പുറത്തിറങ്ങിയതിന് ശേഷം വീണ്ടും ഇത്തരത്തിൽ ഭീഷണിയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പരാതി നൽകിയിരുന്നു. അത്തരത്തിൽ പരാതി നൽകിയിട്ടും അത്തരത്തിലൊരു ജാമ്യം റദ്ദാക്കുന്നതോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ. അതാണ് SP യുടെ ഭാഗത്തു നിന്നും ആ മൗനവും SP ക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ട് ഈ കേസിൽ നിന്ന് തെളിയുക തന്നെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഗൂഗിളാണ് അവിടെ നിന്ന് സംഭവ സ്ഥലത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഈ പ്രതിയെ സംബന്ധിച്ചോളം തിരച്ചിൽ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം നേരത്തെ മുൻപും സമാനമായ ഒരു സാഹചര്യത്തിൽ ആ വീട്ടമ്മയെ കൊലപ്പെടുത്തിയ ശേഷം പ്രതി 5 ദിവസം ഒളിവിൽ ഇരുന്ന പ്രദേശമാണ്. അപ്പോൾ ഈ ഉൾവനങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയെ കണക്കിലെടുത്ത് തിരച്ചിൽ ആ നിലയ്ക്ക് നീങ്ങുന്നുമുണ്ട്. 5 ദിവസത്തിന് ശേഷമാണ് അന്ന് പിടികൂടാൻ കഴിഞ്ഞത്. അതേസമയം നമ്മൾ ഉറ്റുനോക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പോലീസ് എന്തുകൊണ്ട് ഈ പരാതി ഗൗരവമായി കണ്ടില്ല എന്നുള്ളത് തന്നെ ഒരു വിമർശനമായി ഉയരുകയാണ്. കാരണം 2 ജീവൻ പൊലിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു കശാപ്പ് നടത്തിയിരിക്കുകയാണ് ഒരു വീട്ടിൽ കയറി. ആ നിലയ്ക്ക് നമ്മൾ ആ കുടുംബത്തിൽ ആ മകളുടെ വാക്കിലെയും കാണേണ്ടി വരുന്നു എന്നുള്ളതാണ്